പ്രോബ്ലം പറയാം. ഇൻ്റഗ്രൽ 0 to pi by 2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. ഇങ്ങനെ ഏത് പ്രോബ്ലം വന്നാലും ഈ പറയുന്ന മെത്തേഡാണ് ചെയ്യേണ്ടത്. മുകളിൽ സൈൻ വരാം, അല്ലെങ്കിൽ കോസ് വരാം, താഴെ സൈന് പ്ലസ് കോസ് ഒരേ പവറാണ് വരിക. 4 ആണെങ്കിൽ 4, 4, 5 ആണെങ്കിൽ 5, 5, 3/2 ആണെങ്കിൽ 3/2, 3/2. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഐ ആയിട്ട് എടുക്കുക. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2, അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഫോർത്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക യൂസിങ് ഫോർത്ത് പ്രോപ്പർട്ടി. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 സൈൻ റേസ് ടു 4 എക്സിനെ മാറ്റി pi by 2 മൈനസ് എക്സ് ബൈ സൈൻ റേസ് ടു 4 pi by 2 minus x plus cos raised to 4 pi by 2 minus x equal to integral 0 to pi by 2. pi by 2 minus x എന്ന് പറഞ്ഞാൽ സൈന് കോസ് ആവും. ഇത് cos raised to 4x ആവും. താഴെയുള്ള സൈന് കോസ് ആവും, കോസ് സൈൻ ആവും. ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുക. എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് വരിക. അടുത്ത സ്റ്റെപ്പിൽ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഈ ഐയും മുകളിലുള്ള ഐയും കൂടി 2i ആവും. ഇൻ്റഗ്രൽ 0 to pi by 2. ആദ്യത്തേൽ സൈൻ റേസ് ടു 4 ആണ്, രണ്ടാമത്തേൽ കോസ് റേസ് ടു 4 ആണ്. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ബൈ താഴെയും അത് തന്നെ വരും. അപ്പോൾ 1 എന്ന് വരും. ഇൻ്റഗ്രൽ 0 to pi by 2 1. 1 ഇൻ്റഗ്രൽ അറിയാം, എക്സ് വിത്ത് ലിമിറ്റ് 0 to pi by 2. അപ്പോൾ pi by 2 എന്ന് വരും. 2i ആണ് pi by 2, ഐയുടെ വില pi by 4. അപ്പോൾ എല്ലാ പ്രോബ്ലത്തിൻ്റെയും ആൻസർ pi by 4 ആയിരിക്കും. പവർ ഏത് വേണമെങ്കിലും വരാം. ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇത് മൂന്നും അങ്ങനെ ചെയ്യാനുള്ളതാണ്. 1, 2, 3, 4 അങ്ങനെ ചെയ്യാനുള്ളതാണ്. അതുപോലെ ഈ 17ാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ ചെയ്യാനുള്ളതാണ്. ചെയ്ത് നോക്കുമല്ലോ അല്ലേ?